ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിന്റെ രണ്ടാമത്തെ വീക്കാണ്. സോ നമ്മൾ ഈ ലോക്ക്ഡൌൺ കാലത്ത് കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അതിന്റെ ഒരു ഭാഗമാണ് ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിന് ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ ഈ വീക്ക് എടുക്കുന്നത് പ്യുവർലി വൈറ്റ് ബോർഡ് വെച്ചുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമുക്ക് വൈറ്റ് ബോർഡ് വെച്ചുള്ള ക്ലാസ് എന്തായാലും വേണ്ടി വരും. ഞാനിപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ S4EC എങ്ങനെയാണോ വരുന്നത് അതേപോലെ ഞാൻ വീടിന്റെ പുറത്തൊരു വൈറ്റ് ബോർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ വൈറ്റ് ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാരണം എന്താണ്, ഔട്ട്ഡോറിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അടുത്ത കാക്കേന്റെയും പൂച്ചേന്റെ ഒക്കെ സൗണ്ട് ഉണ്ടാവും, റോഡിന്റെ അടുത്തുള്ള വണ്ടീന്റെ സൗണ്ട് ഉണ്ടാവും. നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് FM ആണ്. ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് FM നമ്മൾ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇൻഡയറക്റ്റ് വേയിലൂടെയാണ് FM ജനറേറ്റ് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് FM. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് PM യൂസ് ചെയ്തിട്ട് FM ജനറേറ്റ് ചെയ്യാന്നുള്ളത് ഇൻഡയറക്റ്റ് മെത്തേഡ് പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ടുള്ള ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് FM ജനറേഷൻ ആണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓക്കെ. ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് FM ജനറേഷൻ ആണ്. നമ്മൾ FM ജനറേഷന് രണ്ട് ടൈപ്പ് FM ജനറേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഡയറക്റ്റ് FM, ഒന്നാണ് ഇൻഡയറക്റ്റ് FM അല്ലേ. ഡയറക്റ്റ് FM എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വേയിലൂടെയാണ് നമ്മൾ FM ജനറേറ്റ് ചെയ്യുന്നത്, ഡയറക്റ്റ് FM. ഇൻഡയറക്റ്റ് വേയിലൂടെയാണ് നമ്മൾ FM ജനറേറ്റ് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് FM നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇൻഡയറക്റ്റ് FM നമ്മൾ ഒരു ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഫേസ് മോഡുലേഷൻ. ഫേസ് മോഡുലേഷൻ വഴി എങ്ങനെയാണ് നമ്മൾ FM ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു മെത്തേഡാണ് ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് FM ജനറേഷൻ. ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് FM ജനറേഷൻ ഞാൻ വൈറ്റ് ബോർഡിൽ പറയാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവാൻ വൈറ്റ് ബോർഡ് ആയിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ. അപ്പോൾ നിങ്ങൾ നോക്കാം, ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് FM ജനറേഷനിൽ നമ്മൾ ഒരു FM ജനറേറ്റ് ചെയ്യും. ഇൻഡയറക്റ്റ് വേയിലൂടെയാണ് നമ്മൾ FM എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഞാനിവിടെ ബോക്സിലാക്കി വെച്ച ഈ ബ്ലോക്കാണ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ. സോ നമുക്കറിയാം നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന FM ആണ്. സോ FM ആയതുകൊണ്ട് തന്നെ രണ്ട് ഇൻപുട്ടുകളാണ് ഈ സിഗ്നലിൽ ഉള്ളത്. അതിലൊരു ഇൻപുട്ടാണ് മോഡുലേറ്റിംഗ് സിഗ്നൽ, ഒരു ഇൻപുട്ടാണ് കാരിയർ സിഗ്നൽ. സോ മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ് നമ്മൾ ആദ്യം പാസ് ചെയ്യുന്ന ഇന്റഗ്രേറ്ററിലേക്കാണ്. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ഈസ് ദ റോൾ ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. സോ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഈസ് യൂസ്ഡ് ടു ജനറേറ്റ് ദി കാരിയർ സിഗ്നൽ. അപ്പോൾ ഈ ആംസ്ട്രോങ് മെത്തേഡിന് ആവശ്യമായ കാരിയർ ജനറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിന് ജനറേറ്റ് ചെയ്ത കാരിയറിന് ആദ്യം എന്ത് ചെയ്തു, സമ്മിങ് ആംപ്ലിഫയറിലേക്ക് പാസ് ചെയ്തു. സോ സമ്മിങ് ആംപ്ലിഫയറിന്റെ ഫസ്റ്റ് ഇൻപുട്ട് ഏതാണ്, ഈ നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ ജനറേറ്റ് ചെയ്ത കാരിയർ ആണ് ഈ സമ്മിങ് ആംപ്ലിഫയറിന്റെ ഫസ്റ്റ് ഇൻപുട്ട് അല്ലെ. രണ്ടാമത്തെ ഇൻപുട്ട് നമുക്ക് ഏതൊക്കെ മെത്തേഡിലൂടെയാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊടുത്തതെന്ന് നോക്കാം. സോ ഈ സമ്മിങ് ആംപ്ലിഫയറിന്റെ രണ്ടാമത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് നിങ്ങൾ നോക്ക്, മോഡുലേറ്റിംഗ് സിഗ്നൽ ആയിട്ട് റിലേറ്റ് ചെയ്തൊരു ടേം ആണ്. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം ഡയറക്റ്റ് വേ അല്ല ഇൻഡയറക്റ്റ് വേ ആയതുകൊണ്ട് നമ്മൾ ഈ ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെ ആയിരിക്കും മോഡുലേറ്റിംഗ് സിഗ്നൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കാം, നമ്മളൊരു മോഡുലേറ്റിംഗ് സിഗ്നൽ ജനറേറ്റ് ചെയ്തു. നമ്മൾ ജനറേറ്റ് ചെയ്ത മോഡുലേറ്റിംഗ് സിഗ്നല് ആദ്യം നമ്മൾ ചെയ്ത കാര്യം ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ സൈനുസോയിഡൽ ഫോം ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താക്കി മാറ്റി, കോസ് ആക്കി മാറ്റി യൂസിങ് ഇന്റഗ്രേറ്റർ. നമ്മൾ ഈ ഇന്റഗ്രേറ്ററിന്റെ റോളൊക്കെ ആദ്യം ഫേസ് മോഡുലേറ്ററിന്റെ കേസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നലിനെ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്തു. ഈ ഇന്റഗ്രേറ്റ് ചെയ്ത മോഡുലേറ്റിംഗ് സിഗ്നൽ ഞാൻ കണക്ട് ചെയ്യുന്ന എന്തിലേക്കാണ്, ബാലൻസ് മോഡുലേറ്റർ. അപ്പോൾ നിങ്ങൾ നോക്ക്, ബാലൻസ് മോഡുലേറ്റർ എന്നുള്ളൊരു ബ്ലോക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ബാലൻസ് മോഡുലേറ്ററിന്റെ രണ്ട് ഇൻപുട്ടുകൾ ഏതാണ്, ഒന്ന് നമ്മൾ മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഇന്റഗ്രേറ്റഡ് വേർഷനും ഒന്ന് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിന് ജനറേറ്റ് ചെയ്ത കാരിയർ സിഗ്നലിന്റെ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് വേർഷനുമാണ് നമ്മൾ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നത്, ബാലൻസ് മോഡുലേറ്ററിലേക്ക്. അപ്പോൾ ബാലൻസ് മോഡുലേറ്റർ രണ്ട് ഇൻപുട്ട് നോക്കാം, ഒന്ന് ഇന്റഗ്രൽ ഫോം ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ, രണ്ട് 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് കാരിയർ സിഗ്നൽ. ഈ രണ്ട് സിഗ്നലിനെയാണ് ബാലൻസ് മോഡുലേറ്റർ കമ്പൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ബാലൻസ് മോഡുലേറ്റർ എന്നുള്ള ബ്ലോക്ക് AM പഠിച്ചിട്ടുണ്ട്. ബാലൻസ് മോഡുലേറ്റർ ഈസ് ജനറലി യൂസ്ഡ് ടു ജനറേറ്റ് DSP-FC സിഗ്നൽ. സോ വാട്ട് ഈസ് DSP-FC? സോറി, DSP-SC, ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. ഇതല്ലേ DSP-SC എന്ന് പറയുന്നത്, ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. സോ എന്താണ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ? ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ എന്ന് പറഞ്ഞാൽ ദ സിഗ്നൽ ഹാസ് two side bands only, the carrier will be suppressed. അപ്പോൾ നമുക്ക് ജനറലി കിട്ടുന്ന ഒരു AM സിഗ്നലിൽ അല്ലെങ്കിൽ ഒരു സിഗ്നലിൽ
ഒരു ക്യാരിയറും 2 സൈഡ് ബാൻഡ്സ് ഉണ്ടാവും. ഈ ക്യാരിയറിനെ കട്ട് ചെയ്യുന്ന സ്കീമായിരുന്നു DSP-FC അല്ലേ, ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ബാലൻസ് മോഡുലേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിഗ്നല് ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയ കാരിയർ ഫോമും മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഇന്റഗ്രൽ വേർഷനും ആണ് ബാലൻസ് മോഡുലേറ്ററിൽ കണക്ട് ചെയ്യുന്നത്. ബാലൻസ് മോഡുലേറ്റർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു DSP-SC സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ DSP-SC സിഗ്നല് ഡബിൾ സൈഡ് ബാൻഡ്, അതായത് ഈ കാരിയറിനെ സപ്രസ് ചെയ്യും. പക്ഷെ നമ്മളിതിനെ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ഫോം ഇവിടെ വരും. അപ്പോൾ ഇവിടെ കിട്ടുന്ന എന്താണ്? ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ പ്ലസ് 90 ഡിഗ്രി. അപ്പോൾ ഒരു ഇൻഡയറക്റ്റ് വേ ആണ്. അപ്പോൾ ഈ സമ്മിങ് ആംപ്ലിഫയർ ജനറലി ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഈ കാരിയർ സിഗ്നലിനെയും ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ പ്ലസ് 90 ഡിഗ്രി എന്നുള്ള സിഗ്നലിനെ എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു റിക്വയർഡ് FM ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, FM നമ്മൾ എങ്ങനെ ജനറേറ്റ് ചെയ്തതെന്ന്. ആദ്യം നമ്മൾ കാരിയറിനെ സമ്മിങ് ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്തു. മോഡുലേറ്റിംഗ് സിഗ്നലിന്റെ ഇന്റഗ്രൽ ഫോമും കാരിയറിന്റെ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡും നമ്മൾ ബാലൻസ് മോഡുലേറ്ററിലേക്ക് കണക്ട് ചെയ്തു. ബാലൻസ് മോഡുലേറ്റർ കാരിയറിനെ സപ്രസ് ചെയ്തു, DSP-FC എന്നുള്ള സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്തു പ്ലസ് 90 ഡിഗ്രി. ഈ സിഗ്നലും കാരിയർ സിഗ്നലും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത സിഗ്നൽ എന്താണ്? FM ആണ്. അപ്പോൾ നമുക്ക് FM കിട്ടി. സോ നമുക്ക് കിട്ടിയിരിക്കുന്ന FM-ൽ നിങ്ങൾ നോക്കുക, FM സിഗ്നലിൽ നമുക്കിപ്പോൾ FM സിഗ്നലിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന FM സിഗ്നല് FC പ്ലസ് ഡെൽറ്റ FM ഓഫ് ടി ആണെങ്കിൽ, FC പ്ലസ് ഡെൽറ്റ FM ഓഫ് ടി എന്നുള്ളത് എന്ത് സിഗ്നലും ആയിക്കോട്ടെ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ഈ സിഗ്നലാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ N ഫ്രീക്വൻസി മൾട്ടിപ്ലയർ വഴി എന്താവും? N ഇൻറ്റു FC പ്ലസ് N ഇൻറ്റു ഡെൽറ്റ FM ഓഫ് ടി ആവും അല്ലേ? ഫ്രീക്വൻസി മൾട്ടിപ്ലയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് 100 ഹെർട്സ് ഉള്ള സിഗ്നലും നമ്മളിവിടെ 8x ഫ്രീക്വൻസി മൾട്ടിപ്ലയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 100 ഹെർട്സ് എന്നുള്ളത് എത്രയായിട്ട് മാറും? 800 ഹെർട്സ് ആയി മാറും. ഇതുപോലെ ഇപ്പോൾ ഇതാണ് സപ്പോസ് എൻ്റെ ഫ്രീക്വൻസി എങ്കിൽ ഈ ഫ്രീക്വൻസിയെ നമ്മൾ ഫ്രീക്വൻസി മൾട്ടിപ്ലയർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു? N ഇൻറ്റു FC പ്ലസ് N ഇൻറ്റു ഡെൽറ്റ FM ഓഫ് ടി, അതായത് N എന്നുള്ള പാരാമീറ്റർ ഈ ഒരു ഇക്വേഷൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സിഗ്നൽ ഇതാണ്. ഇതിനെ നമ്മൾ ഡൗൺ കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ഡൗൺ കൺവേർട്ടറിൽ ഞാൻ യൂസ് ചെയ്യുന്നത്, ഡൗൺ കൺവേർട്ടറിൻ്റെ കൂടെ ഞാൻ കണക്ട് ചെയ്യുന്ന ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. അപ്പോൾ സപ്പോസ് ഞാനിവിടെ ഈ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി N-1 ഇൻറ്റു FC പ്ലസ് N-1 ഇൻറ്റു FC എന്നുള്ളൊരു സിഗ്നലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും വരിക? നിങ്ങൾ പറയുമോ? അപ്പോൾ ഈ ഡൗൺ കൺവേർട്ടർ കമ്പൈൻ ചെയ്യുന്ന 2 വാല്യൂസ് എന്ന് പറയുന്നത്, ഒരു വാല്യൂ N ഇൻറ്റു FC പ്ലസ് N ഇൻറ്റു ഡെൽറ്റ എഫും N-1 ഇൻറ്റു FC. അപ്പോൾ എന്തായിരിക്കും ഡൗൺ കൺവേർട്ടർ ചെയ്യുക? അല്ലെങ്കിൽ ഡൗൺ കൺവേർട്ടർ എന്നുള്ളത് മിക്സറാണ്. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഡൗൺ കൺവേർട്ടർ ചെയ്യുന്നത് ഈ സിഗ്നലിൽ നിന്ന് ഈ സിഗ്നൽ കുറയ്ക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ മേ ബി ഇത് 100x-ഉം ഇത് 20x-ഉം ആണെങ്കിൽ, ഇത് 100-ഉം ഇത് 20 ആണെങ്കിൽ 80 എന്നുള്ള സിഗ്നലാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ കൊടുത്തിരിക്കുന്ന സിഗ്നൽ N-1 ഇൻറ്റു FC ആണെങ്കിൽ ഈ N ഇൻറ്റു എഫ്സിയിൽ നിന്ന് N ഇൻറ്റു FC പ്ലസ് N ഇൻറ്റു ഡെൽറ്റ FM ഓഫ് ടി എന്നുള്ള സിഗ്നലിന് N-1 ഇൻറ്റു FC കുറയ്ക്കും. അപ്പോൾ എന്താ എനിക്ക് കിട്ടുക സിഗ്നല്? ഇറ്റ് വിൽ ബി FC പ്ലസ് N ഇൻറ്റു ഡെൽറ്റ FM ഓഫ് ടി. നിങ്ങൾ ശ്രദ്ധിക്കാം, ഇവിടെ NFC ആണ്, ഇവിടെ N-1 FC ആണ്. NFC N-1 FC കുറച്ചാൽ FC പ്ലസ് ഈ ടേം അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഡൗൺ കൺവേർട്ടർ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഡൗൺ കൺവേർട്ടർ ഇങ്ങനെ ചെയ്തു. ക്ലാസ് പവർ ആംപ്ലിഫയർ വഴി നമ്മൾ അതിൻ്റെ എഫിഷ്യൻസി ബൂസ്റ്റ് ചെയ്തു, ട്രാൻസ്മിറ്റ് ചെയ്തു. ഇതാണ് ജനറലി ഒരു ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് FM ജനറേഷൻ്റെ വർക്കിംഗ്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് FM ജനറേഷൻ. അപ്പോൾ ഇത് പ്യുവർലി ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. എന്താണ് അപ്പോൾ ഇൻഡയറക്റ്റ് മെത്തേഡ്? ഒരു ഇൻഡയറക്റ്റ് വേയിലൂടെയാണ് നമ്മൾ FM ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് ജനറലി എന്ത്? ആംസ്ട്രോങ് മെത്തേഡ്. അപ്പം ഇതിൻ്റെ കൂടുതൽ ബ്ലോക്കുകൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ വൈറ്റ് ബോർഡിൽ പഠിച്ചത് ആംസ്ട്രോങ് മെത്തേഡായിരുന്നു. ആംസ്ട്രോങ് ഈസ് വൺ ഓഫ് ദി ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് FM. അപ്പോൾ നമ്മൾ പഠിച്ചത് നമ്മൾ പഠിച്ച ബ്ലോക്ക് ഇതായിരുന്നു. യെസ്, അപ്പോൾ ഈ ബ്ലോക്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, യെസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യുന്ന എന്തിനായിരുന്നു? കാരിയറിന് ജനറേറ്റ് ചെയ്യാൻ ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യും. മോഡുലേറ്റിംഗ് സിഗ്നലിനെ നമ്മൾ ഇനീഷ്യലി ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ബാലൻസ് മോഡുലേറ്ററിൻ്റെ ബ്ലോക്ക് 2 ഇൻപുട്ടിനെ റിസീവ് ചെയ്യും. ഒന്ന് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഇൻ്റഗ്രേറ്റഡ് വേർഷനും
ഒന്ന് കാരിയർ സിഗ്നലിൻ്റെ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡും ബാലൻസ് മോഡുലേറ്റർ ക്ക് വരുന്ന ഇൻപുട്ടാണ്. ഇപ്പോൾ ബാലൻസ് മോഡുലേറ്റർ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ പ്രൊഡ്യൂസ് ചെയ്യും, പ്ലസ് 90 ഡിഗ്രി ഈ ഫേസ് ഷിഫ്റ്റ് കാരണം പ്രൊഡ്യൂസ് ചെയ്യും. സമ്മിങ് ആംപ്ലിഫയർ ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിനെയും ഇൻഡയറക്റ്റ് വേയിൽ ജനറേറ്റ് ചെയ്ത മോഡുലേറ്റിങ്ങിനെയും കമ്പൈൻ ചെയ്ത് FM ജനറേറ്റ് ചെയ്യും. FM മൾട്ടിപ്ലൈ ആൻഡ് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ. നമുക്ക് നമ്മുടെ റിക്വയർഡ് അളവിലേക്ക് നമ്മുടെ ഫ്രീക്വൻസിയെ മാറ്റാൻ ഡൗൺ കൺവേർട്ടർ. ക്ലാസ് സി പവർ ആംപ്ലിഫയർ വഴി നമ്മൾ അതിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും, ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ വരച്ച ബ്ലോക്ക്. അപ്പോൾ നിങ്ങൾ നോട്ടിൽ നിങ്ങൾക്ക് വൈറ്റ് ബോർഡിൽ വരച്ച ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ PPT നോക്കി വരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ആംസ്ട്രോങ് മെത്തേഡ് ഈസ് FM generation indirect method because the modulator is directly based on the phase of the carrier which indirectly changes the frequency. The source of the Armstrong transmitter is a crystal oscillator. A relatively low subcarrier is phase shifted by 90 degree and fed to a balanced modulator where it is mixed with the integral version of input modulating signal FM. നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ നോട്ട്സ് ആയിട്ട് പറയുന്നുള്ളൂ. A double sideband suppressed carrier wave is produced at the output from the balance modulator and this combine the output carrier of combining network to generate a narrow band frequency modulated waveform. ഇത്രയും പറഞ്ഞപ്പോൾ ക്രിസ്റ്റൽ വെച്ചിട്ട് എന്ത് ജനറേറ്റ് ചെയ്യും, മോഡുലേറ്റിംഗ് സിഗ്നൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും, ബാലൻസ് മോഡുലേറ്ററിൻ്റെ റോൾ എന്താണ്, ഇതൊക്കെയാണ് നോട്ട്സിൽ പറഞ്ഞത്. അടുത്ത പോയിന്റ് നിങ്ങൾ നോക്കുക, സമ്മിങ് ആംപ്ലിഫയർ. സമ്മിങ് ആംപ്ലിഫയർ എന്തായിരുന്നു? സമ്മിങ് ആംപ്ലിഫയർ ഇതായിരുന്നു. Summing amplifier combine the modulating and carrier signal. With the frequency multiplication, the instantaneous frequency is multiplied. With the frequency mixing or down converter, we can set the output frequency by subtracting the frequency from frequency multiplier and crystal oscillator. Class C power amplifier are used to amplify the FM signal, that is to increase the efficiency of FM. ഈ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓരോ ബ്ലോക്കായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഈ സ്ലൈഡിൽ പറഞ്ഞു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങൾ, ഫസ്റ്റ് ഫേസ് മോഡുലേഷൻ പഠിച്ചു, വരാക്ടർ മോഡുലേറ്റർ പഠിച്ചു, FM-ൻ്റെ 2 മെത്തേഡ്സ് പഠിച്ചു. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി സ്റ്റെബിലൈസ്ഡ് FM. ഇൻഡയറക്റ്റ് മെത്തേഡ് 2 ടൈപ്പ്, PM യൂസ് ചെയ്തിട്ടും ആംസ്ട്രോങ് മെത്തേഡും 2 മെത്തേഡ്. ഇതാണ് ഈ മൊഡ്യൂളിൽ പഠിച്ചത്. അപ്പോൾ ഈ മൊഡ്യൂൾ വെച്ച് നമ്മൾ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളായി പഠിച്ച ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, വിത്ത് എനി ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ FM ട്രാൻസ്മിറ്റർ യൂസിങ് ഇൻഡയറക്റ്റ് മെത്തേഡ്. 10 മാർക്കിന് ഏപ്രിൽ 2018, ജൂൺ 2017 ഇതിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഒരു FM ട്രാൻസ്മിറ്റർ ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ 2 മെത്തേഡുകൾ എക്സ്പ്ലെയിൻ ചെയ്യായിരിക്കും ഏറ്റവും നല്ലത് 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട്. വിത്ത് സപ്പോർട്ടിംഗ് ഇക്വേഷൻസ് ആൻഡ് ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ഹൗ FM ക്യാൻ ബി ഒബ്റ്റെയിൻ യൂസിങ് PM. സോ സപ്പോർട്ടിംഗ് ഇക്വേഷൻസ് ആൻഡ് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് PM-ൻ്റെ ഇക്വേഷൻസ്. ആ ഇക്വേഷൻസ് സഹിതം ഇൻഡയറക്റ്റ് വേ ഓഫ് FM ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ FM എങ്ങനെയാണ് PM-ൽ നിന്ന് ജനറേറ്റ് ചെയ്യുക, ഈ ബ്ലോക്ക് നമ്മൾ പഠിച്ചിരുന്നു. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ 10 മാർക്കിന് ജൂലൈ 2017. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, വിത്ത് ദി ഹെൽപ്പ് ഓഫ് ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ആംസ്ട്രോങ് മെത്തേഡ് ഓഫ് FM ജനറേഷൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 10 മാർക്കിന് മെയ് 2019, ഡിസംബർ 2018. സോ ഇതാണ് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ്.